തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുകയായിരുന്നു. പല വർണ്ണങ്ങൾ ചാലിച്ചു ചേർത്ത് ക്യാൻവാസിൽ അയാളൊരു ചിത്രം വരച്ചു. മലയുടെ അടിവാരത്തിലൂടെ പോകുന്ന ഒരു നീണ്ട പാത, ധാരാളം വൃക്ഷങ്ങൾ, മേഞ്ഞു നടക്കുന്ന പശുക്കൾ, അങ്ങനെ ആ ചിത്രം മനോഹരമാക്കി പൂർത്തിയാക്കിയിട്ട് അയാൾ മാറിയിരുന്ന് അത് ആസ്വദിക്കുകയായിരുന്നു. ആ സമയം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അവിടെ എത്തി. ചിത്രത്തെയെല്ലാം മൊത്തമൊന്ന് നോക്കിക്കണ്ടിട്ട് ഈ സുഹൃത്ത് ചോദിച്ചു, ഈ പാത എവിടം വരെ എത്തുന്നതാ? ചിത്രകാരൻ പറഞ്ഞു, ഈ മലയുടെ അടിവാരത്തിലൂടെ ഈ പാത അങ്ങ് നീണ്ടുപോകുന്നു. അത് എവിടെയാ എത്തുക എന്നെനിക്ക് പറയാൻ വയ്യ. അത് കാട്ടിലാ മറയുക. മറ്റൊരു ആശയത്തിലേക്ക് നമുക്ക് പോകാം. ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും യാത്രക്കാരാണെന്നല്ലേ പറയുന്നത്. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമനും തുടങ്ങിയുള്ള എല്ലാ വിജ്ഞരും കടന്നുപോയ കോടിക്കോടി മനുഷ്യർ ജീവിച്ച ഈ ഭൂമിയിൽ നമ്മളിന്ന് ജീവിക്കുമ്പോൾ നമ്മളും ഇവിടെ യാത്രക്കാരാ. ഒരിക്കലും അവസാനിക്കാത്ത യാത്രയെന്ന് പറയരുത്. വഴിക്ക് ഒരു പക്ഷേ അന്ത്യമുണ്ടായില്ലെങ്കിലും യാത്ര ചെയ്യുന്നവൻ്റെ യാത്രയ്ക്ക് അന്ത്യമുണ്ട്. ഈ യാത്ര ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കാൻ നമ്മളെ യാത്രയ്ക്കൊരുക്കിവൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ജീവിതമാകുന്ന യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ടാകണം. ഈ ലക്ഷ്യമില്ലാതെ യാത്ര തുടർന്നാൽ നമ്മൾ എവിടെ എത്തും എന്ന് നമുക്കും നിശ്ചയമുണ്ടാവില്ല. സഞ്ചരിച്ചിടത്തോളം കാലവും സഞ്ചരിച്ച വീഥികളുമൊക്കെ നമുക്കൊരു നന്മയും ചെയ്യാത്തതായി മാറും. അതുകൊണ്ട് യാത്രയ്ക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടാകണം. സമയമാം രഥത്തിൽ നമ്മൾ സ്വർഗയാത്ര ചെയ്യുന്നുവെന്ന് ഭക്തൻ്റെ ഗാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും. സമയമാവുന്ന രഥത്തിൽ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. സ്വർഗമെന്നത് ഒരു ലക്ഷ്യമായി ആ ഗാനത്തിൽ നമ്മൾ കണ്ടെത്തുന്നു. എന്നാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന പാതവക്കിൽ നമ്മളെ ആകർഷിക്കുന്നത് പലതുമുണ്ടാകും. അവയെല്ലാം കണ്ടു നിന്നാലോ അവയിലെല്ലാം നമ്മുടെ കണ്ണുടക്കിയാലോ നമ്മുടെ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. അതുകൊണ്ട് ശ്രദ്ധയുള്ളവരാകണം. നമ്മളെ ഈ യാത്രയ്ക്ക് ഒരുക്കിയവൻ നമ്മളോട് കൂടെയുണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ യാത്രയെ അതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കട്ടെ.